രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രസ്താവനയോട് എനിക്ക് യോജിപ്പില്ല. ഇല്ല, അതെനിക്ക് യോജിപ്പില്ല. അതിനെപ്പറ്റി എനിക്ക് യോജിപ്പില്ല. കാരണം കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവിനെയാണ് അദ്ദേഹം. അല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത്തവണ രാഹുൽ ഗാന്ധി ഫാക്ടർ കേരളത്തിൽ വർക്ക് ചെയ്യുമോ? 100%. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഒട്ടാകെ വർക്ക് ചെയ്യും. കേരളത്തിൽ കൂടുതലും വർക്ക് ചെയ്യും. LDF ഇത് കൊഴിഞ്ഞു പോയില്ലെങ്കിലും പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാര്യമാണ്. രാജേന്ദ്രൻ CPM നേതാവ് രാജേന്ദ്രനും BJPയിലേക്ക് പോകുന്നു. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കെതിരെ എല്ലാ ഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇത്. അതുകൊണ്ട് ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇതൊന്നും കേരളത്തിൽ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവൽ പ്രധാനങ്ങളായ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ശമ്പളമില്ല. ഈ കേരള ഗവൺമെൻറ് ഏതാണ്ട് KSRTC ആയിട്ടുണ്ട്. പകുതി ശമ്പളം കൊടുക്കാതിരിക്കുക, അങ്ങനെ പെൻഷൻ കൊടുക്കാതിരിക്കുക, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക, അരി കൊടുക്കാതിരിക്കുക, ഇതൊന്നും ശ്രദ്ധിക്കാൻ പോലും ഇവിടെ ആളില്ലാത്ത ഗുരുതരമായ അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിനാണ് ആദ്യം പരിഹാരം കാണാൻ സംസ്ഥാന ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. കോൺഗ്രസ് പട്ടികയിൽ പൊതുവെ സ്ത്രീ പ്രാതിനിധ്യം കുറവാണെന്ന് പരാതിയുണ്ട്. അതാണ് പരിഹരിക്കാം. ഞങ്ങൾക്ക് ആകെയുള്ളൊരു രാജ്യസഭാ സീറ്റ് പോലും കൊടുത്തൊരു സ്ത്രീക്കാണ്. ഞങ്ങളല്ലേ, വേറെ ആരാ കൊടുത്തേക്കുന്നത്? രാജ്യസഭയിലൊരു സീറ്റ് സ്ത്രീക്ക് കൊടുത്ത ഞങ്ങളല്ലേ കൊടുത്തത്? വേറെ ആരും കൊടുത്തത്? അതല്ല, ഞങ്ങളാണ് കൊടുത്തത് രാജ്യസഭയിൽ ഒരു സീറ്റ്. ഇപ്പൊ ഇവർ പറയുന്ന ഈ പല ആരോപണങ്ങളിൽ ഒന്ന്, ഈ സ്ത്രീകളെ കുറിച്ച് വളരെ മോശം കമന്റുകളാണ് ഉന്നത തലത്തിലിരിക്കുന്ന നേതാക്കൾ പറയുന്നതെന്നാണ്. ഇപ്പോൾ ചർച്ചയിൽ വന്നു കഴിഞ്ഞാൽ അവരെ, അതായത് പുറത്ത് പറയാൻ കൊള്ളാത്ത രീതിയിലാണ് നേതാക്കൾ പരസ്പരമുള്ള സംസാരം എന്നാണ് പത്മജ പറയുന്നത്. അങ്ങനെ ആ ലെവലിൽ പോലും ഒരു അബ്യൂസീവായിട്ടുള്ള കമന്റുകൾ പോലും നേതാക്കൾ പറയുകയും അവർക്ക് കിട്ടേണ്ട പല എന്താ പറയുക പരിഗണനയും ആ ലെവലിൽ തള്ളിക്കളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി. അപ്പോൾ അങ്ങനെയല്ല, കോൺഗ്രസിനകത്തുള്ള ഒരു സ്ത്രീക്കും അങ്ങനെ ഒരു ആക്ഷേപം ഇതുവരെ ഉണ്ടായതായി ഞങ്ങളുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇതിന് പാർട്ടി മാറുന്നതിന് മുമ്പ് വരെ ഇത് പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസിനകത്ത് സ്ത്രീകൾക്ക് മാന്യമായ പരിഗണനയുണ്ട്. അന്തസ്സോടുകൂടി, നല്ല ആഭിജാത്യത്തോടു കൂടി അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. അവർക്ക് ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെ ഒരു സ്ത്രീയല്ലേ. 10-18 വർഷക്കാലം കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ സോണിയാഗാന്ധി ആയിരുന്നു. അപ്പോൾ കോൺഗ്രസ് പോലൊരു പാർട്ടിയെ പറ്റി അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഒന്നുമല്ല, ഒരിക്കലും അല്ല. അവരിപ്പോഴും ഇന്നലെ മുഴുവൻ സമയം സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പ് സമിതിയിലിരുന്നു. സത്യത്തിൽ എനിക്ക് തന്നെ പ്രയാസമുണ്ടായി. 5-6 മണിക്ക് നിന്നിട്ട് 9-9:30 വരെ സോണിയാഗാന്ധി അവിടെ ഇരുന്നു. അപ്പോൾ അങ്ങനെ വളരെ ആക്റ്റീവാണ് അവർ അക്കാര്യത്തിൽ.